നമസ്കാരം. ഔ ടി വി 24/7 ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട നന്ദൻ കാർക്കൂറാണ്. അദ്ദേഹം ഒരു നല്ല പാട്ടുകാരനാണ്, ഒരു അധ്യാപകനാണ്, അതുപോലെ തന്നെ ഡ്രോയിങ് മാഷാണ്. നന്നായി ചിത്രങ്ങൾ വരയ്ക്കും. അദ്ദേഹത്തിനോട് തന്നെ പോവാം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇതുമായിട്ട് പങ്കുവെക്കാം. നമസ്കാരം മാഷേ. നമസ്കാരം. നമസ്കാരം. പിന്നെ എത്ര വർഷമായി UAE എത്തിയിട്ട്? UAE ഞാൻ ശരിക്കും കോവിഡിന് മുമ്പേ ഒരു 5 വർഷക്കാലം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ ആശാസ്ത്രത്തിൻ്റെ കൈരളി കലാകേന്ദ്രം എന്ന് പറഞ്ഞ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംഗീതാധ്യാപകനായിട്ട് 5 വർഷം ഉണ്ട്. പിന്നെ കോവിഡ് സമയത്ത് തിരിച്ചുപോയി. പിന്നെ കോവിഡിന് ശേഷമാണ് വന്നത്. 3 വർഷം നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. അതെ, വന്ന് ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി. അതെ. ഇവിടെ എന്തൊക്കെയാണ് മാഷ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ഇപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്കും പിന്നെ അതേപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുന്നത്. ഓക്കെ. ഇതിലേക്ക് മാഷ് എങ്ങനെയാണ് എത്തപ്പെട്ടത് ഈ കലയിൽ? കേട്ടോ, കലയിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും, അമ്മയും അച്ഛനും ചെറിയച്ഛന്മാരും എല്ലാവരും കലാകാരന്മാരാണ്, പാട്ടുകാരും വരക്കാരും ഒക്കെയാണ്. അപ്പോൾ അമ്മയും നന്നായി പാടും, അമ്മ ഡാൻസും ചെയ്യായിരുന്നു. അച്ഛൻ നന്നായി പാടും, ചെറിയച്ഛൻ നല്ലൊരു അഭിനേതാവായിരുന്നു. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കലാ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. അതെ. ഓക്കെ, അങ്ങനെയാണ് ഇതിലോട്ട് എത്താനുള്ള ഒരു ബേസ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിനെ എങ്ങനെ കാണുന്നു? ശരിക്കും കോവിഡ് സമയത്ത് നമ്മുടെ ശരിക്കും കുട്ടികളൊക്കെ ഒരുപാട് വല്ലാതെ അടയ്ക്കപ്പെട്ട പോലെയായിരുന്നു കുട്ടികൾ എല്ലാവരും. ഇപ്പോൾ അത് ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുട്ടികൾ വീണ്ടും സജീവമായിട്ട് കലയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പിന്നെ രക്ഷിതാക്കൾക്ക് ഇപ്പോഴും കുറച്ചും കൂടി ഒരു ബോധം വന്നിട്ടുണ്ട് പണ്ടത്തിനേക്കാളും. കുട്ടികളെ ഇതിലേക്ക് എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുട്ടികൾ തിരിഞ്ഞു പോകുമ്പോൾ വല്ലാതെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആകാൻ വേണ്ടി, അതെ, ഇപ്പം പാട്ട് പഠിക്കുകയാണെങ്കിൽ പാട്ടിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യാം, അവർക്ക് അതിലോട്ട് അവരുടെ ഒരു പാഷൻ അതിലേക്ക് കൊണ്ടുപോകുക. വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അപ്പം അവരുടെ ലഹരി ശരിക്കും പറഞ്ഞാൽ കലയോട് അങ്ങ് ആക്കുക. അവർക്ക് പറ്റാതെ അവരെ കൊണ്ടുവരാൻ പറ്റാവുന്ന രീതിയിൽ കൊണ്ടുവരികയും വേണം. അല്ലാതെ അവർക്ക് മടുപ്പാവുന്ന രീതിയിൽ അവരെ നമ്മൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ വരില്ല. അതെ, അവരെ വളരെ സ്നേഹത്തോടെയും ആ രീതിയിലൊക്കെ അവരെ അതെ അവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം, എന്നാലേ അവരത് ചെയ്യുള്ളൂ. അല്ലാതെ ഈ ചിത്രങ്ങൾ ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ? ഇത് ശരിക്കും ആക്രിലിക് പെയിന്റാണ്. ആക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാൻവാസിൽ ആക്രിലിക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാസ്റ്ററിന്റെ മാസ്റ്റർ പീസുകളാണ്. അതെ, ഞാൻ പ്രകൃതിയായിട്ട് കുറച്ച് അടുപ്പുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് പോകും. എപ്പോഴും വരച്ചു വരുമ്പോൾ ഇതെവിടെയെങ്കിലും കണ്ട ഒരു ചിത്രം മനസ്സിൽ വന്നിട്ട് അങ്ങനെ അത് പലപ്പോഴും ഞാൻ കാണും, നമ്മുടെ കാഴ്ചയിൽ കാണുമല്ലോ. പോകുന്നപ്പോൾ ഈ പ്രഭാതങ്ങളൊക്കെ രാവിലെ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോകും. രാവിലെ നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് രാവിലെ പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് നടക്കും. ആ നടക്കുന്ന സമയത്തൊക്കെ ഈ പ്രഭാതം ശരിക്കും സൂര്യൻ ഉച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കയറുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളൊക്കെ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. അതുപോലെ തന്നെ അരുവിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് വളരെ മനോഹരമായ ഒരു ചിത്രങ്ങളാണ് അങ്ങ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ അല്ലേ, വളരെ വലിയൊരു ക്യാൻവാസിൽ ചെയ്തിരിക്കുകയാണ്. അത് ഇനാമലിലാണ് ചെയ്തിരിക്കുന്നത്. ഇനാമൽ ചുമരിൽ തന്നെ, ക്യാൻവാസ് അല്ലത്. ഓ, അത് ശരി, സൂപ്പർ ആയിട്ടുണ്ട് അത്. അതുപോലെ തന്നെ പ്രകൃതി, അപ്പം കിളികൾ, അതുപോലെ തന്നെ ഒരു എന്താണ്, മാഷിന്റെ മനസ്സ് വളരെ ഗ്രീൻസ് ആണ് അല്ലേ? അത് വളരെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പുതിയ കുട്ടികൾക്ക് എന്താണ് മാഷിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഞാൻ പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും നമ്മൾ ഇപ്പോഴേ സാധാരണ പൊതുവേ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വരപഠിപ്പിക്കാന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്താൽ എന്തെങ്കിലും വരച്ചു കൊടുത്ത് അവരങ്ങ് അതുപോലെ ചെയ്യാന്നല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ലൈവായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്തായാലും ഇപ്പം വീട്ടിലാണെങ്കിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിക്ക് എന്തെങ്കിലും പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ വെറുതെ ഒന്ന് വരച്ചു നോക്കുക. അതുപോലെ ആവണമെന്നില്ല, ആ ഒരു രൂപം ഉണ്ടാക്കി കൊണ്ടുവരിക. അങ്ങനെ തന്നെയാണ് ശരിക്കും വരച്ചു പഠിക്കേണ്ടത്. ചിത്രങ്ങൾ നോക്കി വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ പകർത്തി ശീലിക്കുക എന്നുള്ളതാണ്. ഒരു ബുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അതൊക്കെ കുട്ടികളെ ടൂറിന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ആ കുട്ടികളെ വരയ്ക്കാൻ ഒരു തോന്നലുണ്ടാക്കുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് ബുക്ക് കയ്യിൽ കരുതിയിട്ട് അതിൽ അവർക്ക് തോന്നുന്ന വഴിയിൽ കാണുന്ന എന്തെങ്കിലും അവർക്ക് അറിയാവുന്ന ഭാഷയിൽ വരച്ചു വെക്കുമ്പോൾ ഉണ്ടാവും. ആ ചിത്രങ്ങൾ പൂർണ്ണമായി അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാവും. ഒരു കറക്റ്റ്, അതും നല്ലൊരു ഇതാണ്, ആശയമാണ്. ഓക്കെ, അത് മാഷിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതെ, ഞാൻ അങ്ങനെയാണ്. അതെ, ആ രീതിയിൽ നിന്നാണ് വളർന്നത്. വെച്ചാൽ പിന്നെ അങ്ങനെ വരയ്ക്കുമ്പോൾ വേറൊരു
സുഖം കിട്ടും നമുക്ക്. ഓക്കെ. ഇതിപ്പം ഇപ്പൊ കുറച്ച് ചിത്രങ്ങളുമായിട്ട് ഇവിടെ ചിത്ര പ്രദർശനമാണ് സംഘടിപ്പിച്ചല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു ആംബിയൻസ്? പക്ഷേ ഞങ്ങൾ ആദ്യം ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്ര ആൾക്കാർ വരുന്നോ ഒന്നും വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ആകെ 4 ദിവസമായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ 4 ദിവസം ആയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് ഞങ്ങൾ ഒരാഴ്ചയും കൂടി മുന്നോട്ട് നീട്ടിയതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്, ഇന്ന് ലാസ്റ്റ് ആണ്. അത് വളരെ സന്തോഷം. ഈ ഇത്രയും പേര് ഇവിടെ വന്ന് പിന്നെ കുറെ ആൾക്കാർ വാങ്ങി ചെയ്തിട്ടുണ്ട് കുറച്ച്. ശരി, ഇത് വിൽപ്പനയുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പം നമ്മുടെ ചിത്രങ്ങൾ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ കുട്ടികൾക്കും അതൊരു പ്രചോദനമായിരിക്കും. കുട്ടികൾ വരുമ്പോഴേ ഇതുപോലെ അവർക്ക് തോന്നല്ലോ, അങ്ങനെ വരച്ച് നോക്കണം തോന്നല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം ഇവിടെ വരികയും എനിക്കിതൊക്കെ കാണാൻ പറ്റുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നമുക്ക് ഈ കലയെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടായിരുന്നാലും വരയായിരുന്നാലും ഡാൻസ് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് എത്തുക? ഇപ്പോൾ ദുബൈയിലാണ്, അപ്പം എങ്ങനെയാണ് ലൈവായിട്ട് നമുക്ക് ഈ പാട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ശരിക്കും ദുബായ് സിലിക്കൺ ഓയസിൽ SIT ടവർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ 903 എന്ന് പറഞ്ഞ റൂം നമ്പർ 903, അതാണ് നമ്മുടെ സ്ഥാപനം, സർവകലാശാല. ഓക്കെ, സർവകലാശാല. അതെ അതെ. ഓക്കെ, എല്ലാത്തിനും പറ്റിയൊരു പേരും തന്നെ സർവകലാശാല. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പറോ? കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ഇത് കാണുന്നവർ തീർച്ചയായും അങ്ങയെ വിളിക്കും. ഓക്കെ, കുറച്ച് കുട്ടികൾ ഏതായാലും ഇപ്പം വെക്കേഷൻ സമയമാണ്, സമ്മർ ക്യാമ്പ് ഉണ്ട്. ഓ ഗ്രേറ്റ്, താങ്ക് യു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.